ഇടതുമുന്നണിയിലെ LDFിലെ പ്രധാന ഘടകകക്ഷിയാണ് CPI. CPI ഇപ്പോൾ കടുത്ത നിലപാട് എടുത്തിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണം. ഇതാണ് CPIയുടെ ആവശ്യം. പരസ്യമായി തന്നെ CPI ഈ ആവശ്യം ഉന്നയിച്ചു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുമ്പോഴെല്ലാം, പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോഴെല്ലാം ഈ ആവശ്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. CPIM നേതാക്കൾ ഈ ആവശ്യത്തോട് അങ്ങനെ പ്രതികരിച്ചില്ല. ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു, CPM നേതാവ് തന്നെയായിരിക്കും പ്രതിപക്ഷ ഉപനേതാവ് എന്ന്. ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്, ഞാനത് എഴുതി കൊടുക്കുക തന്നെ ചെയ്യും അടുത്ത നിയമസഭാ സമ്മേളനം ചേരുന്നതിന് മുമ്പ് എന്ന്. CPIയെ ഇക്കാര്യം വല്ലാതെ ചൊടിപ്പിച്ചു. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ പിണറായി വിജയൻ അത്തരമൊരു അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു എന്നാണ് CPI നേതാക്കളുടെ വാദം. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ പറഞ്ഞു, അപുഖമായ പ്രതികരണമാണ് പിണറായിയിൽ നിന്ന് ഉണ്ടായത് എന്ന്. CPIക്ക് പരസ്യമായി ആവശ്യപ്പെടാം, പരസ്യമായി പറയാം, CPMനെ കുറ്റപ്പെടുത്താം. പക്ഷേ CPM നേതാക്കൾക്ക് പരസ്യമായി പറഞ്ഞുകൂടാ എന്ന്. അതെന്ത് ന്യായമാണ് എന്ന് CPI നേതാക്കളോട് നമ്മുടെ മാധ്യമപ്രവർത്തകർ ആരും ചോദിക്കുന്നില്ല എന്നത് മറ്റൊരു വിഷയം. അതവിടെ നിൽക്കട്ടെ. ഇനി കേന്ദ്ര നേതൃത്വങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെത്തട്ടെ. CPIMന്റെ നിലപാട് പറഞ്ഞു, CPIയുടെ നിലപാട് പറഞ്ഞു. ഇനി കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനത്തിൽ എത്തട്ടെ. കേന്ദ്ര നേതൃത്വം CPIയുടെ നേതാക്കൾ പരസ്യമായി പ്രതികരണവുമായി രംഗത്ത് വന്നു. CPIMന്റെ കേന്ദ്ര നേതാക്കൾ ആരും പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടില്ല. എന്തായാലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ CPI ഇത്ര കടുത്ത നിലപാട് സ്വീകരിക്കണമെങ്കിൽ ചില കണക്കുകൂട്ടലുകൾ CPIയുടെ മനസ്സിലുണ്ടാകണം. അതെന്താണ്? അടുത്ത രാജ്യസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. 3 സീറ്റിൽ ഒഴിവ് വരും. 3 സീറ്റ് ഒഴിവ് വന്നാൽ കഷ്ടിച്ച് ഒരു സീറ്റിൽ LDFന് ജയിക്കാം. 36 സീറ്റാണ് വേണ്ടത് ജയിക്കാൻ. 36 വോട്ട് ആണ് വേണ്ടത് ജയിക്കാൻ. 2 സീറ്റ് ഉറപ്പിക്കാം UDFന്. 36. അങ്ങനെ വരുമ്പോൾ ആകെ 72 സീറ്റ്. 72 കഴിഞ്ഞാൽ 30 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് UDFന്. ഒരു 5 വോട്ട് കൂടി ലഭിച്ചാൽ സ്വാഭാവികമായും ജയിക്കാൻ കഴിയും UDFന്. 5 മതി. BJPയുടെ 3 അംഗങ്ങൾ മാറി നിൽക്കും. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ 35 സീറ്റ് മതിയാകും. അങ്ങനെ വരുമ്പോഴാണ് കളി. CPIയുടെ 8 വോട്ടുകൾ, 8 സീറ്റാണുള്ളത് CPIക്ക്, നിർണായകമാകുന്നു. CPI സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ, UDF പിന്തുണച്ചാൽ CPIക്ക് രാജ്യസഭയിലേക്ക് ഒരാളെ വിജയിപ്പിക്കാൻ കഴിയും. മറിച്ച് CPI വിട്ടുനിന്നാൽ ഉറപ്പായും 3 സീറ്റിൽ UDFനെ വിജയിപ്പിക്കാൻ കഴിയും. ഇനി CPI UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിലും ജയിക്കാൻ കഴിയും. വിട്ടുനിന്നാൽ മതി. 3 സീറ്റിൽ എളുപ്പത്തിൽ UDFന് വിജയിക്കാൻ കഴിയും. അതല്ല, CPI മത്സരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ UDF ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നു CPIയെ പിന്തുണക്കാൻ. 30 വോട്ടുണ്ട്. ആ വോട്ട് കൂട്ടണം. CPIയുടെ 8 സമം CPIക്ക് ഒരു രാജ്യസഭ അംഗത്വം. അതിലേക്ക് പോകുമോ CPI? അത് വെച്ചാണോ CPI വിലപേശുന്നത്? അതല്ല, വിട്ടുനിൽക്കും. അങ്ങനെയാണെങ്കിൽ CPMന് ലഭിക്കാനിടയായ രാജ്യസഭാ സീറ്റ് ഞങ്ങൾ മുടക്കും. ഞങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം നൽകണം. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ CPIMന് ഒരു രാജ്യസഭാ സീറ്റ് തരാം. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ CPIക്ക് ഉപനേതാവ് സ്ഥാനം തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ CPMന് രാജ്യസഭാ സീറ്റും ഇല്ല. ഇതാണോ CPIയുടെ മനസ്സിലിരിപ്പ്? അതുതന്നെ ആകാനാണ് സാധ്യത. അതാണ് CPIയുടെ സമ്മർദ്ദ തന്ത്രവും. അതിന് വഴങ്ങുമോ CPIM എന്നാണ് അറിയാനുള്ളത്. എന്തായാലും ചർച്ചകൾ മുകൾ തട്ടിൽ നടക്കുന്നുണ്ട് എന്നാണ് CPI നേതാക്കൾ പറയുന്നത്. ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ പിണറായി വിജയൻ ഇത്തരമൊരു അഭിപ്രായം പറയാൻ പാടില്ല. ഇതാണ് പറഞ്ഞത് CPI നേതാക്കൾ. എന്നാൽ CPIക്ക് അഭിപ്രായം പറയാം. അവർക്ക് പൊതുയോഗങ്ങളിൽ പറയാം, വാർത്താ സമ്മേളനത്തിൽ പറയാം, പറഞ്ഞുകൊണ്ടേയിരിക്കാം. CPM പ്രവർത്തകർ, നേതാക്കൾ മിണ്ടരുത്. ഈ അന്ത്യശാസനം CPIക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് എന്ന സ്ഥാനം അതൊരു കീഴ്വഴക്കമാണ്.
അത് ആരംഭിച്ച ഘട്ടം മുതൽ CPIM ആണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു അവകാശവാദവുമായി വരുന്നതിൻ്റെ പിറകിൽ ചില സമ്മർദ്ദ തന്ത്രങ്ങളുണ്ട്, ചില രാഷ്ട്രീയ കളികളുണ്ട്. ആ കളികൾ തിരിച്ചറിയാൻ CPM-ന് കഴിയുമോ? ആ കളിയോടൊപ്പം നടന്ന് LDF-നെ തന്നെ അല്ലെങ്കിൽ LDF-ൽ നിന്ന് തന്നെ പുറത്തു പോകാനാണോ CPI ശ്രമിക്കുന്നത്? ഇതാണ് ഇനി അറിയാനുള്ളത്.